ചങ്ങായിമാരെ എല്ലാരും ഇലക്ഷന്റെ ചൂടില്ല. നമ്മളിവിടെ ആണെങ്കിൽ വെയിലിന്റെ ചൂട്. ഇലക്ഷൻ അത്ര ചൂടൊന്നുമില്ല. കണ്ടില്ലേ, നമ്മളെ സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. 4 ആളുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് 3 ആളാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീരാഗ്, അതുപോലെ തന്നെ UDFന്റെ വീരാൻകുട്ടി സാഹിബ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷെരീഫ് ക, അങ്ങനെ 3 ആൾ നിൽക്കുന്നുണ്ട്. ഒരാൾ പുറത്തോർക്ക് പോയതാണ്. ഏതായാലും വലിയ ചൂടൊന്നുമില്ല, തണുപ്പിൽ തന്നെ ഉള്ളത് ഇവിടെ. ഓരോരുത്തരായിട്ട് ഇതാ ഇലക്ഷന്റെ മെഷീൻ പരിചയപ്പെടുത്തലും കൊണ്ടലും അങ്ങനെ വണ്ടികളൊക്കെ ഏൽപ്പിച്ച് സജീവമായിട്ട് ഇവിടുത്തെ വർക്ക് നടക്കുന്നുണ്ട്. പല വാർഡുകളും ഉന്തും തള്ളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഇവിടെ നല്ല സമാധാനത്തിലാണ് പോണത്. അപ്പം നമുക്ക് നാളെയും കാണേണ്ടവരാണ്. ആരും വലിയ അങ്ങോട്ട് ഇങ്ങോട്ട് ഉന്തും തള്ളിന് പോകാതെ സമാധാനത്തിൽ വോട്ട് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരാണ്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എങ്ങനെ ഇലക്ഷന് ചൂടുണ്ടോ? എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് നമ്മളെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ കണ്ടോളി. നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ കൂടിക്കോളി. ഇവിടെ വോട്ട് ചെയ്തോടെ വോട്ടിനായിട്ട് അങ്ങ് ടിക്കറ്റ് എടുത്തു. എന്താ തെറ്റിപ്പോണേ? വോട്ട് ചെയ്തോ? എവിടെ കാണട്ടെ? മാനുക്കഥ വോട്ടിനായിട്ട് നിലമ്പൂരിന്നതാ വന്നു കണ്ടിച്ചേ. കണ്ട ഡെലിവറി പോയാന്ന് വിചാരിച്ചു. ഏതാ വണ്ടിയുടെ അടിപൊളി, ഏതാ ലുക്ക്, ഉഷാറായി കിട്ടാനോ. നല്ല ചൂടുള്ള ഇലക്ഷൻ ഇതാ. അതിനെക്കാട്ടി അടിപൊളി ചൂടുള്ള ബിരിയാണി. ബൂത്തിൽ നല്ല പോളിംഗ് ആകുമ്പോൾ ഇവിടെ ബിരിയാണി തിന്നാൻ നല്ല പോളിംഗിലാട്ടോ. കൊടശ്ശേരി പറ്റ ഭാഗത്ത് നല്ല പോളിംഗ് കേട്ടോ. അടിപൊളിയായിട്ട് പോളിംഗ് നടക്കുന്നുണ്ട്. കാകത്രം ഭാഗത്ത് നല്ല പോളിംഗ് നല്ല നടക്കുന്നുണ്ട്. പോളിംഗ് ഏതായാലും അടിപൊളിയായി നടക്കുന്നുണ്ട്. ബൂത്ത് ഏജന്റുമാർ ഇവിടെ നല്ല സപ്ലൈയിലാണ്. അപ്പൊ നമ്മളേതായാലും വോട്ട് ചെയ്തിന്, നിങ്ങൾക്ക് വോട്ട് ചെയ്തിന് പ്രതീക്ഷിക്കുകയാണ്. ഇതാ കുട്ടികൾ വരെ വോട്ട് ചെയ്തിന്, കണ്ടിച്ചെങ്കിൽ. അപ്പൊ നമ്മളെ ഇലക്ഷൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ പിന്നെ കാണാം. എന്നായിക്കോട്ടെ.